ചൂടാൻ മോഹമോ കളി ചൊല്ലും കുഞ്ഞാറ്റേ കല്യാണ പെണ്ണാളിൻ കണ്ണിൽ നന്മശിയും കൊണ്ടുവാ മിടുമിടുക്കി നല്ല മുല്ലപ്പൂ ചൂടി വളക്കിലുക്കി അവൾ വെളിപ്പെണ്ണായി കുഴലൂതാനായി കാറ്റേ പോരുമോ മിന്ന മിന്നി കുഞ്ഞല്ലേ മഞ്ഞോളും മനസ്സല്ലേ താലിപ്പൂ ചൂടാൻ മോഹമോ കിഴക്കു നിന്ന് തേരിറങ്ങി തെന്നൽ നിന്നെ തേടി വന്നേ വിരൽ തൊടുമ്പോൾ വിളക്ക് പോലെ നീൽമിഴിപ്പൂ വിടർന്നേ കുന്നോളം മുത്തും പൊന്നും മുടിയിൽ ചൂടി നിന്നോമൽ കണ്ണിൽ നാണമായി ഓ പെട്ടെന്ന് നടക്കടാ. ശാന്ത, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എടി ശാന്ത, നീ ഒന്നില്ല്. ഇത്രയും രാവിലെ വഴക്കുമായിട്ട് അങ്ങോട്ട് പോണ്ടെന്നാ എന്റെ അഭിപ്രായം. കുറച്ച് കഴിഞ്ഞ് ഞാൻ അച്ചോട്ടനെ കണ്ട് കാര്യം പറഞ്ഞോളാം. എന്തോന്ന് കിച്ചുവേട്ടൻ, ഇന്ന് രണ്ടിലെ നിറഞ്ഞിട്ട് ഈ ശാന്ത അടങ്ങിയിരിക്കത്തുള്ളൂ. അങ്ങോട്ട് നടക്കടാ. പെടക്കണ മീനേ, മീന് മീനേ. ഇന്ന് ഞാൻ അവക്ക് വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് ചെല്ലട്ടെ. ശാന്തേക്കോ, എന്നതാ പ്രശ്നം? എങ്ങോട്ടാ എല്ലാരും കൂടെ ദേഷ്യത്തില്? വയലോരം വീട്ടിലേക്ക്. അവിടെ ഒരു നശിച്ച വിത്തില്ലേ, 3 മണി. അവിടെ കാര്യത്തിൽ ഇന്ന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കും. വാടാ ഇങ്ങോട്ട്. അത് കലക്കി. ഞാൻ മെമ്പറെ ഒന്ന് അറിയിക്കട്ടെ. മെമ്പറെ, പെട്രോളിന് വില കൂട്ടിയതുകൊണ്ട് ചായക്ക് ഞാൻ 1 രൂപ കൂട്ടി കേട്ടോ. ഓ പിന്നെ നിന്റെ പശു കാടിക്ക് വരും പെട്രോളല്ലേ കുടിക്കുന്നത്. ഒന്ന് പോടാ അവിടുന്ന്. മെമ്പറെ, ആകെ കുലുമാലായി. തോട്ടത്തിലെ ശാന്തേക്കാൻ വയലോരം വീട്ടിലേക്ക് പോയിട്ടുണ്ട്. യ്യോ, ആ പെണ്ണ് വീണ്ടും കടിച്ചോ? ഈ മാസം ഇത് 10ാമത്തെ കേസാ. ഇടപെട്ടേ പറ്റൂ. മെമ്പർ പറയുന്നത് അവിടെ ഇല്ലേ? ഒത്തുതീർപ്പിലാണെങ്കിൽ ഞാനില്ല. മെമ്പർ കൂടെ വന്ന് ഇതിനൊരു പരിഹാരം കാണണം. നാട്ടിലുള്ള പിള്ളേരെ മുഴുവൻ കടിച്ചു എന്റെ കൊച്ചിന്റെ കൈ കടിച്ചു പിടിച്ചിരിക്കുന്ന കണ്ടോ? അവളെ 3 മണിന്ന് വിളിക്കുന്ന അവൾക്ക് ഇഷ്ടമല്ലെന്ന്. അവിടെ തന്തേം തള്ളേ ആ പേരിട്ടേന് നാട്ടിലുള്ള പൊടിക്കൊച്ചുങ്ങൾ എന്ത് പഠിച്ചു? ഇന്ന് അവിടെ പല്ല് പറിച്ചെടുത്തിട്ടാ ഞാൻ വരും. എന്റെ ശാന്തേക്ക ഒന്ന് ക്ഷമിക്ക്. അത് ബുദ്ധി വികസിക്കാത്ത കൊച്ചല്ലേ, വിട്ടുകളാ. നീ ഒന്ന് പോടാ. അവക്ക് പ്രായം 10-24 ഉണ്ടല്ലോ. ബുദ്ധി ഇല്ലെങ്കിലേ വീട്ടിൽ പൂട്ടിയിടണം. അത് ശരിയാ. ഇതിപ്പോ ഒരു പഞ്ചായത്തിന് തലവേദന ആയിരിക്കുക. 3 മണിയുടെ പല്ല് പറിച്ചെടുത്തിട്ട് തന്നെ ബാക്കി കാര്യം. ചലോ വയലോരം വീട്. ആടോ വിളിച്ചപ്പോടെ ആ 3 മണിയുണ്ടല്ലോ, നമ്മുടെ ശാന്തമ്മയുടെ കൊച്ചിന്റെ കൈ കടിച്ചു പറിച്ച് വെച്ചിരിക്കുക. എന്നാ പിന്നെ അങ്ങോട്ട് ശാന്തയുടെ തുള്ളലേണ്ട ടോം ബാക്കി കാര്യം. കൊച്ചേട്ടാ, മെമ്പറെ 3 മണിയുടെ പല്ല് പറിക്കാൻ പോടും. 3 മണിയുടെ പല്ല് പറിക്കാൻ പോടും. എല്ലാരും വാ. സാരദേ, സാരദേ, ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. ഒന്ന് വിളിക്കണ്ട മെമ്പറെ. അയ്യോ ഈശ്വര, എന്താണോ എന്തോ. കരയാതെ ശാരദാമ്മേ, ഒന്നിറങ്ങി വന്നേ. സർവസമ്മതനായ ബഹുമാനപ്പെട്ട മെമ്പറാണ് വിളിക്കുന്നത്. ഇറങ്ങി വരാൻ. എന്താ ശാന്ത വിശേഷം? എന്താ എല്ലാവരും കൂടി? വിശേഷം, ഞങ്ങളുടെ വീട്ടിലെ കാള പറ്റൂ, അതിന്റെ പേരിടലിന് വിളിക്കാൻ വന്നതാ. ശാരദാമ്മേ, എവിടത്തെ കൊച്ച്? 3 മണി. ജനസമ്മതനായ ബഹുമാനപ്പെട്ട മെമ്പറാണ് വിളിക്കുന്നത്. മര്യാദയ്ക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ. അയ്യോ മെമ്പറെ, അവൾ എന്ത് ചെയ്തു? അയ്യോ ജമ്പറെ, വെളിവില്ലാത്ത ജന്തു കാണിച്ചു വെച്ചിരിക്കുന്ന കണ്ടോ? എന്റെ കൊച്ചിന്റെ കയ്യിൽ നിന്ന് 1 കിലോ ദശയാ കടിച്ചെടുത്തിരിക്കുന്നത്. നിങ്ങളെന്താ അതിനൊന്നും തിന്നാൻ കൊടുക്കുന്നില്ല? ഇവിടുന്ന് തന്നെത്താനെ എര പിടിക്കാനായിട്ട് പുറത്തോട്ട് തുറന്നു വിട്ടിരിക്കുക. ശാന്തേ,
നമുക്ക് സംസാരിക്കാം. ഒന്നും സംസാരിക്കണ്ട. നിങ്ങളുടെ മോളെ ഇങ്ങോട്ട് വിളിക്കേ. എനിക്ക് അസുര വിത്തിനോടാ സംസാരിക്കാനുള്ളത്. വിളിക്കവളെ. മെമ്പറെ പറ വിളിക്കാൻ. പിന്നെ ശാരദാമ്മേ, ഈ വാർഡിന്റെ സർവ്വസമ്മതനും ബഹുമാനപ്പെട്ടവനുമായ ഭരണാധികാരിയാണ് ഈ പറയുന്നത്. മര്യാദയ്ക്ക് ആ കൊച്ചിനെ ഇങ്ങോട്ട് വിളിക്കേ. കുട്ടിമണി, കുട്ടിമണി, കുട്ടിമണി. വന്നല്ലോ നിങ്ങളുടെ കുട്ടിമണി. കയ്യിലിരിപ്പ് വെച്ച് നോക്കുമ്പോ പട്ടിമണി എന്നാ വിളിക്കുന്നത്. ശാന്തേ, ഒന്നടങ്ങ്, ഞാൻ ചോദിക്കാം. കൊച്ചേ, നീ ഈ ജിത്തു മോനെ എന്തെങ്കിലും ചെയ്തോ? എന്തെങ്കിലും ചെയ്തോന്നല്ല, കടിച്ചോ അങ്ങനെ ചോദിക്കും. കടിച്ചോ? നീ എന്റെ കൊച്ചിനെ കടിച്ചോ? കടിച്ചു. ഇവനെ എന്നെ 3 മണിന്ന് വിളിച്ചിട്ടാ. കള്ളമ്മ, ഞാനൊന്നും വിളിച്ചിട്ടില്ല. കാവുങ്കല് നോബിയാ വിളിച്ചത്. അല്ല, 3 മണി എന്ന് പേരുള്ള കൊച്ചിനെ 7 മണി എന്ന് വിളിക്കാൻ പറ്റുമോ? 3 മണി എന്ന് വിളിച്ചാൽ നീ കടിക്കോടി? കടിച്ചു, ഇനിയും കടിച്ചു, മെമ്പറും കടിച്ചു. ആഹാ, നീ കടിക്കോടി? കടിച്ചു, 3 തരം കടിച്ചു, ഇനിയും കടിച്ചു. എന്നാ നീ എന്നെ കടിക്കടി. 3 മണി 3 മണി 3 മണി. നാട്ടുകാരെ കൊണ്ട് പറയിക്കാൻ ആരെയെങ്കിലും ഉപദ്രവിച്ചാ മതിയെങ്കിൽ നീ എന്നെ തിന്നടി. അയ്യോ, നിനക്ക് ഞാനാ പേരിട്ടത്. എന്താ വേണ്ടേ? കേറി പൊടിയാത്ത്. ശാന്തേ, മാപ്പാക്കണം. ഇനി ഇങ്ങനൊന്നും ഉണ്ടാവില്ല. ഇത് കണ്ടോ നിങ്ങൾ? ചെല്ല് ചെല്ല്, അല്ലെങ്കിലേ അവളിപ്പോ വീട് പൊളിക്കും. പിന്നെ ഇനി അവൾ വന്ന് ബാക്കി കടിച്ചു പറിക്കുന്നതിന് മുമ്പ് നമുക്കങ്ങ് പോകാം. ഇങ്ങനെ പോയാൽ ഒരു MLA ആകും. പല്ല് പറിക്കാൻ പോയ മെമ്പർ പുല്ല് പറിച്ചു. ഇനി കൊച്ചിന്റെ പൊക്കളിന് കുത്തിവെപ്പ് എടുക്കണോ എന്തോ? അല്ല, മനുഷ്യർ കടിച്ചാ കുത്തിവെപ്പ് എടുക്കണോ മെമ്പറെ? വേണോ? സുഖാണോ? ഓ പിന്നെ വരുന്നുണ്ട് കുറുപ്പ്. എന്നാ പറ്റി? എന്നാ കാര്യം തിരക്ക്. എന്നതാ മെമ്പറെ പ്രശ്നം? എന്റെ കൊച്ചേട്ട, എന്തൊരു കഷ്ടമാണിത്. 3 മണി ശാന്തയുടെ കൊച്ചിനെ കടിച്ചെന്ന് അത് ചോദിക്കാൻ ചെന്ന തള്ളയും കടിച്ചു. എന്നതാ കൊച്ചേട്ട, ഇത് അൾസേഷന്റെ ജന്മവും. പിന്നെ 3 മണിയുടെ കാര്യത്തില് പഞ്ചായത്ത് ഇടപെടണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. കൊച്ചേട്ട, ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. വാ. കടിച്ചു. എന്നെ 3 മണിന്ന് വിളിച്ചോ, ഇനിയും കടിച്ചു. നോക്കിക്കോ. എന്റെ പരുത്തിക്കാവിലമ്മേ, ഇതിനെ നാട്ടുകാരെല്ലാം കൂടി തല്ലി കൊല്ലുമെന്ന് എന്റെ പേടി. അപ്പനും അമ്മയും ആങ്ങളമാരും കൂടെ കുറെ കൂടി പുന്നാരിക്കും പെണ്ണിനെ. ഇപ്പൊ താടിക്കും തലയ്ക്കും കൈ കൊടുത്ത് നിന്നിട്ട് ഒരു കാര്യവും ഇല്ല. കെട്ടിയിട്ട് പല്ല് പറിച്ചെടുക്കേ വേണ്ടത് പെണ്ണിന്റെ. എന്താടി, നിനക്ക് എന്നെയും കടിക്കണമെന്ന് തോന്നുന്നുണ്ടോ? അമ്മ, എനിക്ക് ഒരു ദോശ ചുട്ടാ. കൊടുക്ക് ശാരദേ. പെണ്ണിന് ഇന്നത്തെ ഗുസ്തിക്കുള്ള ആംബിയർ ഉണ്ടാവട്ടെ. നീ കിടന്ന് ബഹളം വെക്കാതെ. എന്തായി, ബാലം പോകുന്നുണ്ടോ ആ പെണ്ണിനെ കാണാൻ? അതോ പതിവ് പോലെ തഞ്ചോൻ തരവും പറഞ്ഞ് മാറുവാണോ? പോകുന്നുണ്ട്. പരുത്തിക്കാവിലമ്മയ്ക്ക് ഒരു ചുറ്റുവിളക്കാ നാത്തൂനെ ഞാൻ ഓ, നേർന്നിരിക്കുന്നു. ഭഗവതിയുടെ മുമ്പിൽ വിളക്ക് വെച്ചിട്ട് ഒരു കാര്യമില്ല ശാരദേ. നിന്റെ ആമക്കളുടെ തലയ്ക്കകത്താ വെട്ടം വീഴേണ്ടത്. പെങ്ങൾക്ക് സ്ഥിര ബുദ്ധി ഇല്ലാന്ന് വെച്ച് അവന്മാര് കല്യാണം കഴിക്കാതിരിക്കേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് നിന്റെ മോള് വലിയ ബുദ്ധിക്കാരിയാവോ? ഇല്ലല്ലോ. ഇതൊന്തൊരു മുതുകൂത്ത്. ഇപ്പൊ തന്നെ രവിക്ക് വന്നിരിക്കുന്ന ആലോചന എവിടെന്നാ? മാണിക്യമംഗലത്തൂന്ന്. മാണിക്യമംഗലത്തുകാരെന്ന് വെച്ചാൽ ആരാ? ഈ നാട്ടിലുണ്ടോ അത്രയും വലിയ പണക്കാര്? അവിടെന്നാ ഒരേ ഒരു പെങ്കൊച്ചിന്റെ ആലോചന ഇങ്ങോട്ട് വന്നത്.
അന്നേരം അവൻ ഏട്ടം കെട്ടിയിട്ടേ കെട്ടൂന്ന്. അഹങ്കാരം അല്ലാതെ എന്തോന്നാ? അല്ല നാത്തൂനെ, അതിപ്പോ ബാലിന് ഇന്ന് പോയി കാണുന്ന പെൺകുട്ടി ഇഷ്ടപ്പെട്ട 2 കല്യാണം കൂടി ഒരു പന്തൽ വെച്ച് നടത്താലോ. ആ നടന്നാ കൊള്ളാം. അല്ലെങ്കിൽ കുടുംബം കുറ്റിയറ്റങ്ങ് നിന്നുപോവും. ആ ഇനിയിപ്പോ പെണ്ണ് ഇന്ദ്രനും ചന്ദ്രനെയും വകവയ്ക്കില്ല. കുട്ടിമണി, ഇതാ അച്ഛന്റെ പൊന്നുമണിക്കുള്ള ഉടുപ്പ്. ആ അറിഞ്ഞായിരുന്നോ അച്ചോട്ടാ രാവിലെ ഇവിടെ നടന്ന പുകില്? ആ ഞാൻ മെമ്പറെ കണ്ടു. എന്റെ അച്ചോട്ടാ ഞാൻ എന്താ ചെയ്യേതിനെ? അവള് കൊച്ചല്ലേടി. അച്ഛേ ഞാൻ ഈ പുത്തൻ ഉടുപ്പിട്ടിട്ട് വരാവേ. നിനക്കിട്ട് അച്യുത നല്ല തല്ല് തരേണ്ടത്. ഈ പെണ്ണിന് ഉടുക്കാൻ തുണിയില്ലാഞ്ഞിട്ടാണോ നീ മാസാമാസം പുത്തം വാങ്ങിച്ചു കൊടുക്കുന്നത്? അവൾക്ക് എത്ര വാങ്ങിച്ചു കൊടുത്താലും എനിക്ക് മതി വരുമോ പെങ്ങളെ? എന്റെ കൊച്ച് ഈ നാട്ടിലെ ആരെക്കാളും മുകളിലായിരിക്കണം. വയലോരം വീട്ടിലെ രാജകുമാരിയാ എന്റെ കുട്ടിമണി. രാജകുമാരി രാക്ഷസക്കുട്ടി എന്നാ നാട്ടുകാർ വിളിക്കുന്നത്. അത്രയ്ക്കാ പെണ്ണിന്റെ പല്ലിന്റെ മൂർച്ച. കഴിഞ്ഞ 1 മാസം 8 വീട്ടുകാരാ പെണ്ണ് കടിച്ചു പറിച്ചെന്നും പറഞ്ഞ് ഇവിടെ പരാതിയും കൊണ്ടുവന്നത്. അറിവില്ലാത്തോണ്ടല്ലേ. ബുദ്ധി ഉറയ്ക്കുമ്പോ ഇതെല്ലാം മാറിക്കോളും. ഒരു ഇള്ളക്കുഞ്ഞ്. നീയേ ഒരു കവളി മടലെടുത്ത് അവളെ തലയ്ക്കൊന്ന് കൊടുക്ക്. അപ്പ ബുദ്ധി ഉറയ്ക്കുന്നത് കാണാം. പ്രായം 10-24 ഇനി എന്ന് ബുദ്ധി ഉറയ്ക്കാനാ? ഇങ്ങനെ പോയാലേ വന്നു കയറുന്ന പെണ്ണുങ്ങളെ അവള് പച്ചയ്ക്ക് തിന്നുവല്ലോ. അല്ല പിന്നെ അല്ല എന്താ ബാലം പോകുന്നില്ലേ? പോകുന്നുണ്ട്. രവി നിർബന്ധിച്ചു കൊണ്ടുപോവാ. ഓ ഏട്ടൻ കെട്ടിയാലല്ലേ അവന് കെട്ടാൻ പറ്റൂ. അച്ഛേ 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 ഞാൻ ചുന്നരിയായില്ലേ, രാജകുമാരിയായില്ലേ? കിട്ടിയ പാടെ അതങ്ങ് വലിച്ചു കയറ്റിയോ? അച്ഛന്റെ പൊന്നുമോള് രാജകുമാരി തന്നെ. ഒരു രാജകുമാരി. അതിനേക്കാൾ ഫസ്റ്റ് ഒരു തന്തൈ. അച്യുതാ മുറ്റത്തൊരു പരാതിപ്പെട്ടിയും കൂടെ വെച്ചോ. അതാവുമ്പോ നാട്ടുകാർക്ക് എളുപ്പമാവും. എന്താടി നോക്കുന്ന? ഞാൻ പറഞ്ഞില്ലേ? എന്തായിരുന്നു രാവിലെ ഒരു ബഹളം? കുളിമുറി നിന്നപ്പോ കേട്ടു. എന്നും ഉള്ളത് തന്നെ. ഇന്നലെ പനമറ്റത്തെ സോമപിള്ള പരാതിയായി വന്നു. ഇന്ന് തോട്ടത്തിലെ ശാന്ത. ഞാൻ ചുന്നരിയായില്ലേ, രാജകുമാരി? ആരെയും ഉപദ്രവിക്കരുതെന്ന് എത്ര തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട്? അല്ല ഏട്ടൻ എന്തിയമ്മേ ഇതുവരെ റെഡിയായി കഴിഞ്ഞില്ലേ? പോവണ്ടേ? പോവാനൊക്കെ റെഡിയായതാ. കട തുറന്ന് അപ്പക്കുട്ടി അവിടെ നിർത്തിയിട്ട് വരാമെന്ന് പറഞ്ഞു. ഫസ്റ്റ് പെണ്ണ് കാണാൻ പോകുന്ന ദിവസമെങ്കിലും കട കുറച്ചു നേരം കഴിഞ്ഞ് തുറന്നാലെന്താ? നിനക്കറിയത്തില്ലേ അവന്റെ സ്വഭാവം? കഷ്ടം. അല്ല മേപ്പുറത്തേക്ക് നിങ്ങൾ എങ്ങനെയാ പോകുന്നേ? കവല വരെ എന്റെ സ്കൂട്ടറിൽ. അവിടുന്ന് ഞാൻ നമ്മുടെ രാജന്റെ കാർ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഡീസൽ അടിച്ചു കൊടുത്താൽ മതി. ഏട്ടനോട് ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞാ വേണ്ടാന്ന് പറയും. ആ ഏട്ടൻ വന്നല്ലോ. രവി എങ്ങനെയെങ്കിലും ഈ കല്യാണം ഉറപ്പിച്ചിട്ടേ പോരാവൂ. ബാലൻ എന്തെങ്കിലും മുട്ടപ്പോക്ക് പറ. അത് ഞാൻ ഏറ്റമേ കല്യാണം ഉറപ്പിച്ചിട്ട് ഞാൻ വരും. ഇനി ഇറങ്ങി എവിടെ പോവാ? ഒന്നാമതേ സമയം പോയി. അല്ലടാ ഞാൻ കണക്കൊന്ന് കുറിച്ചിട്ട്. എന്റെ പൊന്നേട്ടാ ഇനിയും വൈകണ്ട, നമുക്ക് പോവാം. ഓ നിന്ന് കിണുങ്ങാതെ നിങ്ങൾ പോവാൻ നോക്കിനടാ. അതോ രാഹുകാലത്തിന്റെ നടുമുറിക്ക് ഇറങ്ങാനാണോ ഉദ്ദേശം? വഴക്ക് മണഞ്ഞ് നിങ്ങൾ നിന്ന് പിന്നെയും താളം തുള്ളാതെ പോവാൻ നോക്കിനടാ. പോയിട്ട് വാ മക്കളെ. ആ കേരടാ. തിരിച്ചോ വേണമെങ്കിൽ പോകുന്ന വഴിക്ക് മുഖത്ത് ഇത്തിരി പൗഡർ വാങ്ങിയിട്ട് തരാം. ഓടാ പൊന്നുമണി, ഏട്ടൻ പോയിട്ട് വരുമ്പോ അച്ചപ്പം മുറുക്കും കൊണ്ടുവരാം കേട്ടോ. കേരടാ. ശരി അപ്പച്ചി. ടാറ്റാ. ഓ നശിപ്പിച്ചു അവലക്ഷണം. പിന്നെയെന്ന് വിളിച്ചു. എന്റെ ശാരദേ, ഒരു നല്ല കാര്യത്തിന് പോകുമ്പോഴെങ്കിലും ഇത്തരം ലക്ഷണക്കേട് കാണിക്കരുതെന്നൊന്ന് പറഞ്ഞു കൊടുത്തൂടെ? എന്താ മോളു ഇത് കണ്ടോ? പുത്തനുടുപ്പാ. പിന്നെ കോലുമിട്ടായി കൊണ്ടുവരണേ. കൊണ്ടുവരാം. പോയിട്ട് വരട്ടെ. മഹാദേവാ, എന്റെ കൊച്ചുങ്ങളുടെ യാത്രയിൽ ഒരു കുഴപ്പം ഉണ്ടാവരുതേ.
രാജേന്ദ്രൻ പലചരക്ക് കട നടത്തുകയാണല്ലേ? അതിന്റെ കൂടെ വേറെ എന്തുണ്ട് പരിപാടി? കുറച്ച് പച്ചക്കറി ഉണ്ട്, ഓ നമ്മുടെ തൊടിയിന്ന് പറിച്ചെടുക്കുന്നതാ. പിന്നെ പലചരക്ക് കടയോട് ചേർന്ന് ഒരു ചെറിയ മുറി ചായക്കടയാക്കിയിട്ടുണ്ട്. ഊണൊന്നുമില്ല, ചായയും പലഹാരങ്ങളും മാത്രം. ഓ അതിന്നൊക്കെ ഇപ്പൊ എന്നാ കിട്ടാനാ? പലചരക്ക് കടയൊക്കെ പോയി, ഇപ്പൊ എല്ലായിടത്തും സൂപ്പർ മാർക്കറ്റ് വന്നില്ലേ? ഒരു കൊട്ടയം കൊണ്ട് ചുമ്മാതങ്ങ് കറങ്ങി നടന്നാ മതി, എല്ലാ സാധനവും കിട്ടും, മടിക്കുത്തിൽ കാശും വേണ്ട. കാശ് കൊടുക്കാൻ നേരത്ത് ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്ത് ഒരൊറ്റ വര. വിസിറ്റിംഗ് കാർഡല്ല, ക്രെഡിറ്റ് കാർഡ്. ആ അങ്ങനെയും പറയാം. ഈ പലചരക്ക് കട എന്നൊക്കെ പറയുമ്പോ ജീവിക്കാൻ പറ്റും. ജീവിക്കാൻ വേണ്ടിയാണല്ലോ അമ്മാവ നമ്മൾ ജീവിക്കുന്നത്. അല്ല, അനിയച്ചാർ എന്ത് ചെയ്യുന്നു? ഇവൻ BEd കഴിഞ്ഞു, ഇപ്പൊ 1-2 പാരൽ കോളേജ് പഠിപ്പിക്കുക, പിന്നെ ടെസ്റ്റുകളും എഴുതുന്നുണ്ട്. ഓ പാരൽ കോളേജ് പഠിപ്പിച്ചിട്ട് ഇപ്പൊ എന്നാ കിട്ടാനാ? പഠിപ്പിക്കുകയാണെങ്കിൽ ഏതേലും വലിയ കോളേജിൽ പഠിപ്പിക്കണം. പിന്നെ ടെസ്റ്റ്, സാധാരണ ടെസ്റ്റ് ഒന്നും എഴുതിയിട്ട് ഒരു കാര്യവുമില്ല. എഴുതുകയാണെങ്കിൽ വല്ല IAS IPS എഴുതണം. അല്ല, അമ്മാവന്റെ മക്കളൊക്കെ എന്ത് ചെയ്യ? 3 ആൺമക്കളാ, 2 പേര് ബസ് ഓടിക്കുന്നു, ഒരുത്തൻ ഓട്ടോ. അതെങ്ങനാ? എന്റെ മക്കളുടെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. ഇവൾക്ക്, ഈ സീതയ്ക്ക് 5 വയസ്സുള്ളപ്പോഴാ ഇവളുടെ അച്ഛന്റെ മരണം. പിന്നെ വനജപ്പങ്ങളെയും മോളെയും നോക്കിയല്ലായിരുന്നു ഈ പൂക്കോട് രാഘവന്റെ ജീവിതം. നിങ്ങൾ ചായ കുടിക്ക്, ആ മുറുക്കൂടെ എടുത്ത് കഴിക്കുക. ഇനി ഇവർക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാല്ലേ? ഓ ഇനി എന്നാ സംസാരിക്കാനാ? ഈ അമ്മാവൻ തീരുമാനിക്കുന്നതിനപ്പുറമൊന്നും ഞങ്ങളുടെ പെങ്കൊച്ചിനില്ല. എന്നാലും നാട്ടു നടപ്പനുസരിച്ച് അവരെന്തെങ്കിലും സംസാരിക്കട്ടെ. എന്നാ പിന്നെ ആയിക്കോട്ടെ അല്ലേ? എങ്ങനെയാട്ടാ, ഞങ്ങൾ ഇവിടുന്ന് മാറണോ അതോ നിങ്ങൾ പുറത്തോട്ട് നിൽക്കുന്നോ? എങ്ങനെ വേണേലും ആവാം. ആവശ്യമില്ലാത്ത ഒന്നും വിളമ്പരുന്ന പെണ്ണിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഉണ്ട്, എന്നാലും നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തുറന്നു പറയണ്ടേ വല്യണ്ണ? വലിയ സത്യസന്ധത കളിച്ചാല് മോന്തക്കിട്ടൊരു തേപ്പ് വെച്ച് വരും കേട്ടല്ലോ. നീയേ ഹരിചന്ദ്രന്റെ പെങ്ങളല്ല, പൂക്കോടി രാഘവന്റെ പെങ്ങളാ. ഇടി എന്തെല്ലാം കാര്യങ്ങൾ മറച്ചു വെച്ചാ ഓരോരുത്തർ ഓരോ കല്യാണം നടത്തുന്നത്. ഇതിപ്പോ തലപോകുന്ന കാര്യമൊന്നും അല്ലല്ലോ. നമ്മുടെ ചില അവസ്ഥകൾ പറയുന്നില്ല, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ജീവിതത്തിൽ ആദ്യത്തെ പെണ്ണുകാണലായത്. ഇത്രനാളും കല്യാണം വേണ്ടെന്ന് വെച്ച് നിന്നിരുന്ന ആളാ ഞാൻ, എന്റെ കുഞ്ഞു പെങ്ങൾക്ക് വേണ്ടി. അറിയാലോ, വയലോരം വീടിന്റെ ജീവനാ ഞങ്ങളുടെ മണിക്കുട്ടിയല്ലേ? ഏയ്, കുട്ടിമണി. 3 മണി എന്നാ ശരിക്കുള്ള പേര്. 3 മണിയോ? അതൊരു വല്ലാത്ത പേരാണല്ലോ. മാർച്ച് മാസം 3-ാം തീയതി 3 നക്ഷത്രങ്ങൾ ഒരേ നേർരേഖയിൽ വന്നപ്പോഴാണ് അവളുടെ ജനനം. 3ാമത്തെ കുട്ടിയുമല്ലേ, അങ്ങനെയിട്ട പേരാ 3 മണി. ഓ, ഭാഗ്യ നക്ഷത്രങ്ങളൊക്കെ കാവൽ നിന്നെങ്കിലും ദൈവം ചതിച്ചു. പ്രായം 24 കഴിഞ്ഞെങ്കിലും 5 വയസ്സുകാരിയുടെ ബുദ്ധിയേ ഉള്ളൂ. അവൾക്ക് വേണ്ടി കല്യാണമേ വേണ്ടെന്നായിരുന്നു രവിക്കും. ഇപ്പൊ നല്ലൊരാലോചന വന്നപ്പോ അവനൊരു താല്പര്യം. എന്നാ ഞാൻ കെട്ടാതെ കെട്ടത്തില്ലെന്ന് അവനൊരു വാശിയും. അതാ ഞാൻ ആദ്യം അനീതിക്ക് വേണ്ടി കല്യാണം വേണ്ടാന്ന് പറഞ്ഞു നിന്നു. ഇപ്പോ അനിയന് വേണ്ടി കല്യാണം കഴിക്കാൻ ഒരുങ്ങുന്നു. അങ്ങനെയാണോ? സത്യം പറഞ്ഞ അനിയന് വേണ്ടിയായി പെണ്ണ് കാണലിന് വന്നത്. പക്ഷേ ഇപ്പോ ഒരു തീരുമാനമെടുക്കുന്നത് എനിക്കിഷ്ടപ്പെട്ടിട്ട് തന്നെയാ. സാധാരണക്കാരനാ ഞാൻ, വളഞ്ഞ വഴികളൊന്നുമില്ലാത്ത ഒരു നാട്ടിൻപുറത്തുകാരൻ. ഉള്ളിൽ തട്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് പറയാവൂ. നമുക്കിടയിൽ പ്രായത്തിന്റെ നല്ല അന്തരമുണ്ട്, കാഴ്ചപ്പാടുകളിലും വ്യത്യാസം ഉണ്ടായേക്കാം. എങ്കിലും പൊരുത്തപ്പെടാനാവുമെന്നാണ് എന്റെ വിശ്വാസം. അപ്പോ ഇഷ്ടക്കേടൊന്നുമില്ലല്ലോ. എങ്കിൽ പിന്നെ ബാക്കിയെല്ലാം വീട്ടുകാർ തീരുമാനിക്കട്ടെ, അല്ലേ?
ഒരു തവി കഞ്ഞൂടി തരട്ടെ? മതിയടി. ദേ ഇപ്പം തന്നെ വയറ് ഗുമ്മെന്നായി. അതിന് നീ ഒരുപാടൊന്നും കഴിച്ചില്ലല്ലോ. എന്നും ഉള്ളതിന്റെ പാതി കഞ്ഞി പോലും കുടിച്ചില്ല. പെങ്ങക്കറിയില്ലയോ, സന്തോഷം വന്നാൽ പിന്നെ എൻ്റെ വിശപ്പങ്ങ് പോവും. ബാലൻ്റെയും രവിയുടെയും കാര്യം ഒരു കരക്കെത്തിയില്ലേ. നാളെ രവിയുടെ പെണ്ണിൻ്റെ വീട്ടുകാരോടി വന്നാൽ ഇന്നേക്ക് 5-ാം പക്കം കല്യാണമാണ്. എൻ്റെ 2 പിള്ളേരുടെയും ഒന്നിച്ച് ഒരു പന്തലിൽ. എൻ്റെ വിശപ്പ് കെടാതിരിക്കുമോ? നാളത്തേക്കുള്ള ബേക്കറി പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഉവ്വ്, എല്ലാം നമ്മുടെ ഗോവയെ വിട്ട് വാങ്ങിപ്പിച്ചു. ദേ ശാരദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അതെല്ലാം ആ പെണ്ണിന്റെ കണ്ണിപ്പെടാതെ എവിടെയെങ്കിലും എടുത്ത് പാത്ത് വെച്ചോളണം. അല്ലെങ്കിൽ നാളെ രാവിലെ വിരുന്നാർക്ക് വേണ്ടി വേറെ വാങ്ങേണ്ടി വരും. പത്തായപ്പെട്ടിയിലെ പുന്നല്ലുമണത്ത് എലി വരുന്നത് പോലെ പെണ്ണിഞ്ഞു വരും. അവള് കൊച്ചല്ലേ പെങ്ങളെ. അത് നിന്റെ പതിവ് പല്ലവിയാണല്ലോ. അമ്മേ, ദേ വരുന്നുണ്ട്. അച്ഛേ, പാലമ്മ ഉറങ്ങട്ടെ. ചൂട് നോക്കി കൊടുക്കണേ ശാരദേ, അല്ലെങ്കിൽ ആർത്തി മൂത്ത് ഒറ്റ വലിക്ക് കുടിച്ചിട്ട് വാ പൊള്ളിന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് കീറും. ആർച്ചതാ. എനിക്ക് ഉറക്കം വന്നിട്ട് വയ്യ, ഞാൻ ഉറങ്ങാൻ പോവാ. വലിയേട്ടനും കുഞ്ഞേട്ടനും ഒക്കെ ഉറങ്ങി. അച്ഛേ, ഞാൻ ഉറങ്ങാൻ പോവാണേ. ദാണ്ടേ, അവന്മാരുടെ കൂടെയുള്ള പെണ്ണിന്റെ കിടപ്പ് നിർത്തണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 2 പേർക്ക് മനസ്സിലാവത്തില്ല. അച്യുതാ, ഇനിയെങ്കിലും നീ പറഞ്ഞ് നിർത്തിക്കുക പെണ്ണിന്റെ ചിത്താന്തം. 3-4 ദിവസം കഴിഞ്ഞാൽ അന്യ വീട്ടിൽ നിന്ന് 2 പെൺപിള്ളാർ വീട്ടിലേക്ക് വരാൻ പോവുക. ഇനി ബാലന്റെയും രവിയുടെ അവകാശം അവർക്കാ. അതിന്റെ ഇടയിൽ ഈ പെണ്ണ് വല്യേട്ടാ കുഞ്ഞേട്ടാന്ന് പറഞ്ഞ് പൊന്നുരുക്കുന്നിടത്ത് പൂച്ച നിൽക്കുന്ന പോലെ നിന്നാലേ വന്നു കയറുന്ന പെൺപിള്ളേരെ കണ്ണീരിവിടെ വീഴും. നിങ്ങളുടെ ആ മക്കളുടെ ജീവിതം അതിൽ മുങ്ങും ഉറപ്പാ.